ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സോഫ്റ്റായ ഒരു ചപ്പാത്തി തുടക്കക്കാർക്ക് വേണ്ടി തയ്യാറാക്കുകയാണ് കേട്ടോ. ഇതുപോലെ വളരെ സോഫ്റ്റും നല്ല പൊന്തി വന്ന ചപ്പാത്തി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറു ചൂടോട് കൂടി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ചൂട് കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് തെളിച്ച് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാൻ മറക്കല്ലേ. അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ ഈ ഗോതമ്പ് പൊടി. കണ്ടോ, ഇതുപോലെ നമുക്ക് എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് കുഴച്ചെടുത്തതിൽ നിന്ന് നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്കെടുക്കാം. ഞാനിവിടെ ഒരു 10-12 ചപ്പാത്തി ചുടാനുള്ള മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഗോതമ്പ് പൊടിയെല്ലാം എടുത്ത് ഇതുപോലെ ചപ്പാത്തി ഉരുളകളാക്കാൻ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഗോതമ്പിൻ്റെ പൊടി വിതറിക്കൊടുത്തതിന് ശേഷം ഓരോ ഉരുളകളും ഇതുപോലെ എടുത്ത് ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ റൗണ്ടിനെ നമുക്ക് പല ഷേപ്പിലും നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ എല്ലാ ദിവസവും ചെയ്തെടുക്കാറ്. എന്നിട്ടിത് ചുടുന്ന വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെയാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് വരിക. ഇത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് നൽകുന്നത്. എന്നാൽ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ചപ്പാത്തി ചുടാനുള്ള പാന് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി ഇതിൻ്റെ മീതേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം ഒന്ന് ഇതുപോലെ ചെറുതായി കളർ മാറ്റം വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഉള്ളിലിങ്ങനെ കുമിള പോലെ വരാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതെടുത്തിട്ട് എന്താ ചെയ്യാമെന്നറിയോ, നമ്മുടെ നേരെ അടുപ്പിലേക്കണ്ട് വെച്ച് കൊടുക്കുക. പാൻ എടുത്ത് മാറ്റിയ ശേഷം കണ്ടോ, ഇതിങ്ങനെ ഫുൽക്ക പോലെ പൊന്തി വരും. ഇവിടെയാണ് നമ്മുടെ ചപ്പാത്തിയുടെ മായാജാലം. ഇങ്ങനെ വേവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തി റെഡിയാവുകയും ചെയ്യും. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. ഞാനിങ്ങനെയാണ് കുറേ വർഷങ്ങളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറ്. ചപ്പാത്തി ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമുക്ക് വളരെ സോഫ്റ്റായ വളരെ രുചിയോട് കൂടിയ ചപ്പാത്തി റെഡിയായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, വീണ്ടും ഞാനിത് അടുപ്പിൻ്റെ കനലിന്മേലേക്ക് വെക്കുന്നു. തീ ഒന്ന് കരിയുക പോലുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊന്തി വന്നിട്ട് നമ്മുടെ ചപ്പാത്തി നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ സൈഡൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ചട്ടകം പഴയതെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചപ്പാത്തിയെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.